ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റിയാട്ടോ പറയാൻ പോകുന്നത്. ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് മീഷോ. അപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ അങ്ങനെ നിരവധി ആപ്പുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരാൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ മീഷോയിൽ ഓർഡർ ചെയ്തുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മീഷോ എന്ന് പറയുന്നത് ഒരു റീസെല്ലിംഗ് ആപ്പാണ്. അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം എങ്ങനെയാണ് ഇതിന് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ആദ്യം തന്നെ മീഷോയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു 134 രൂപയുടെ ബെഡ്ഷീറ്റാണ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോണേ. 134 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് കവർ നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനുശേഷം തുടരുക എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. തുടരുക എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ എടുത്ത് നിങ്ങൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് റീസെല്ലിംഗ് ചെയ്യുന്നുണ്ടോ എന്നവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അതേ എന്നുള്ളിടത്ത് 134 രൂപയുടെ സാധനം ഞാനവിടെ ഒരു 500 രൂപയ്ക്ക് കൊടുത്തു. അതായത് 366 രൂപ നിങ്ങൾക്ക് അവിടെ മാർജിൻ, അതായത് എക്സ്ട്രാ നിങ്ങൾക്ക് ഇൻകായിട്ട് കിട്ടി. അവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെൻറ്റ് ആണോ അത് കൊടുക്കുക. അതിനുശേഷം ഓർഡർ നൽകുക. പിന്നെ അതിനുശേഷം നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മാർജിൻ എക്സ്ട്രാ ഇൻകം കൊടുത്ത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന മീഷോ ആപ്പിലൂടെ. അപ്പോൾ ഇത് ഈ റീസെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, അതേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസെല് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ആപ്പിലൂടെ ഓർഡർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക്, അതായത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്യുമ്പോഴും, അതായത് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് എവിടെ ജോലി സ്ഥലത്താണ് ഫ്രീ ആയിട്ടാണല്ലോ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീസെല്ലിംഗ് വർക്കാണ് എന്താ പറയുക മീഷോ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് 300 രൂപയുടെ ഐറ്റം 600 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കപ്പെടാം. അഡ്രസ്സ് മാറ്റി കൊടുക്കാം. റീസെല്ലിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ റീസെല്ലിങ്ങിൻ്റെ അടുത്ത് നോ എന്ന് കൊടുക്കാം. അതേ റേറ്റ് നിങ്ങൾക്ക് മേടിക്കാം. അതേസമയം റീസെല്ലിങ്ങിൻ്റെ അടുത്ത് യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അതിന് എമൗണ്ട് കൂട്ടി നിങ്ങൾക്ക് വിൽക്കാം മറ്റുള്ളവർക്ക്. എന്നിട്ട് അവർ പറയുന്ന അഡ്രസ്സിൽ, അവർ തരുന്ന അഡ്രസ്സ് നിങ്ങൾക്ക് അവിടെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ അഡ്രസ്സിലോട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അവിടെ അക്കൗണ്ടും കാര്യങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എമൗണ്ട് സമ്പാദിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതുപോലെ രണ്ടാമത്തെ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പിൽ ഗെയിം കളിച്ച്, ലൂഡോ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതിൽ വളരെ വലിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യാത്ത സമയത്ത് ചിലപ്പോൾ ഈ ടൂർണമെൻ്റൊക്കെ ഗെയിം ഉണ്ടാവുമല്ലോ, അപ്പം ആ സമയത്തൊക്കെ 1 ലക്ഷം വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഫ്രീ ആയിട്ട് 1 രൂപ 2 രൂപയ്ക്ക് ഇട്ട് നമുക്കതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ 200 രൂപ ഇട്ടാൽ 400 രൂപ കിട്ടും. പക്ഷേ അതൊക്കെ ഒരു ലക്കാണെന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ലക്കിന് നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാതെ കളിക്കുന്ന ഗെയിംസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വീട്ടിലിരുന്നുകൊണ്ട് വെറുതെ ഫോൺ റീൽസൊക്കെ കുത്തിക്കൊണ്ടിരിക്കാതെ ഇതുപോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മൂന്നാമത്തെ ആപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസോ, ഒരു ഗെയിമിംഗ് ആപ്പാണ്. അതും നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഗെയിം കളിച്ച് നിരവധി പൈസകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകളുണ്ട്, ഫ്രണ്ട് ആപ്പ്, ദോസ്ത് ആപ്പ്. അതും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പം എന്താ പറയുക, നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലൂടെ സംസാരിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷുകൾ ഉണ്ടാക്കാം. അതല്ല, നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കാതെയുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.